-6/5 ആണോ? -6/5. നിരഞ്ജന്റെ ആൻസർ എക്സിന്റെ വാല്യൂ -6/5 ആണെന്നാണ് നിരഞ്ജന്റെ ആൻസർ. നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ 2 ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് കിട്ടി? 2x + 6 = 7x എന്ന് കിട്ടി. ഇനി 6നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. 7x ഈ 2xനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പൊ 7x - 2x = 6 എന്ന് കിട്ടും അല്ലേ? അപ്പോ 7x നിന്ന് 2x പോയാൽ എന്താ കിട്ടുക? 5x = 6 അല്ലേ? അപ്പൊ x = 6/5 ആണ് കിട്ടുക. നിരഞ്ജൻ ആ 7xനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ? പക്ഷെ അവിടെ നിരഞ്ജൻ തെറ്റിച്ച വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ 2x +6നെ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോ -6 ആക്കാൻ മറന്നുപോയി. ശരിയല്ലേ? -6 ആക്കിയിട്ടുണ്ടായിരുന്നോ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയപ്പോ? അപ്പൊ നമുക്ക് 2x - 7x എന്താ എഴുതിയേ? -2x - 7x സിംപ്ലിഫൈ ചെയ്തിട്ട് എന്താ ലെഫ്റ്റ് സൈഡിൽ എഴുതിയേ? അത് -5x ആയിരുന്നു. 5x അല്ല അല്ലെ? -5x ആ. അപ്പൊ -5x = -6 വരും. x = -6/-5 which x = മൈനസും മൈനസും പ്ലസ് ആയി പോകും. ഒരു നെഗറ്റീവ് നമ്പറും വേറൊരു നെഗറ്റീവ് നമ്പറും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്പറാണ് കിട്ടുക. അപ്പോൾ 6/5 എന്ന് ആൻസർ എഴുതാം. പറയുന്നത് ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെ പോയാലും കിട്ടും, ഇങ്ങനെ പോയാലും കിട്ടും. ഓക്കെ ആണോ? റൈറ്റ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈസിയാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എന്താണ് ചെയ്യാന്ന് ചോദിച്ചാൽ നിരഞ്ജൻ എന്താ പറയാ? ഒരു ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്താലാണ് ആ ലീനിയർ ഇക്വേഷൻ സോൾവ് ആവുക? അപ്പോൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ അറിയോ? റുബിക്സ് ക്യൂബ് ഉണ്ടല്ലോ, അത് സോൾവ് ചെയ്യാൻ അറിയോ? ഇല്ല. അപ്പോ അങ്ങനെ സോൾവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും സോൾവ് ചെയ്യുന്ന എങ്ങനെ? റുബിക്സ് ക്യൂബ് ഇങ്ങനെ ഒരു ക്യൂബ് കളർ ഷേപ്പ് കണ്ടില്ലേ? അതിങ്ങനെ അത് ആരെങ്കിലും സോൾവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ക്ലാസ്സിൽ കുറച്ച് ചെയ്യാറുണ്ട്. അപ്പം അതിനൊരു സ്ട്രാറ്റജി ഉണ്ട് അല്ലേ? അതെങ്ങനെ സോൾവ് ചെയ്യുക? അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. അതുപോലെ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എന്താണ് സ്ട്രാറ്റജി എന്ന് ചോദിച്ചാൽ എന്താ നിരഞ്ജൻ പറയാ? ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ എന്താ ചെയ്യുന്നത് സോൾവ് ചെയ്യാൻ വേണ്ടി? എക്സ് ടേംസ് ഉണ്ടെങ്കിൽ അത് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാം. ഫൈനലി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല് എക്സ് എന്ന് പറഞ്ഞ ആള് അല്ലേ, അയാളുടെ പേരിലാണ് നമ്മുടെ ഇക്വേഷൻ ഉള്ളതെങ്കിൽ ഇപ്പൊ എക്സ് അല്ല വൈ വരാം, എക്സ് തന്നെ വരണം എന്നില്ല, വേറെ ഏത് ലെറ്ററും വരാം, തൽക്കാലം എക്സ് അല്ലേ. അപ്പൊ അയാളെ നമ്മൾ ഇക്വേഷന്റെ ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് ആക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോ നിരഞ്ജൻ? ഇപ്പൊ 7x ആ 2x ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നു, എന്നിട്ട് അത് കമ്പൈൻ ചെയ്തിട്ട് 5x എന്ന് എഴുതി. അപ്പൊ എക്സ് മാത്രം, എക്സ് എന്ന അവസാനം നോക്കൂ, എക്സ് മാത്രമായി അല്ലേ? അപ്പൊ എക്സിനെ മാത്രം ഇക്വേഷന്റെ ഒരു സൈഡിൽ, ബാക്കിയുള്ള ആളൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടും. ഇതാണ് ബേസിക്കലി എന്ത് ആ ഒരു സ്ട്രാറ്റജി. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എക്സിനെ ഒറ്റയ്ക്ക് ആക്കിയാൽ മതി അല്ലേ? വി ഹാവ് ടു ഐസൊലേറ്റ് ദ വേരിയബിൾ. ഒറ്റയ്ക്ക് ആക്കുക എന്നുള്ളതിന് എന്താ പറയുക? വേരിയബിളിനെ ഐസൊലേറ്റ് ചെയ്താൽ മതി. ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം വേരിയബിളിനെ ഒറ്റയ്ക്ക് ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? x = 6/5 എന്ന് ആൻസർ കിട്ടിക്കോളും. എഴുതിയെടുക്കണം എന്നില്ല. ഐസൊലേറ്റ് ദ വേരിയബിൾ ഒക്കെ ജസ്റ്റ് കേട്ടാൽ മതി. ഓക്കെ, ഐസൊലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ആക്കുക എന്നുള്ള. നമ്മള് കൊറോണന്റെ സമയത്തൊക്കെ ഐസൊലേഷൻ നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അതിന് വേറൊരു വാക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞ്, ക്വാറന്റൈൻ അല്ലേ? അപ്പൊ ഇതേമാതിരി നമുക്ക് എക്സിനെ ക്വാറന്റൈൻ ചെയ്യാം. അത് എക്സുകൾ ഒരുപാട് എക്സ് ഉണ്ടെങ്കിൽ അത് കമ്പൈൻ ചെയ്ത് ഒരൊറ്റ എക്സ് ആക്കുന്നു, അവസാനം എക്സിനെ മാത്രം ഒരു ഭാഗത്തേക്ക് ആക്കുന്നു. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഇപ്പൊ x = 6/5 എന്ന് കിട്ടി. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞു, x = 6/5 എന്ന് കിട്ടി. ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു, സോൾവ് ഫോർ എക്സ് എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ നമ്മൾ സോൾവ് ചെയ്തു, x = ഒരു വാല്യൂ കിട്ടി. ഈ x = ആ വാല്യൂവും ഈ ചോദ്യവും തമ്മിൽ എന്താ ബന്ധം? എക്സിന് ഒരു വാല്യൂ, x = 6/5.
x = 6/5 ഈ ചോദ്യവും തമ്മിൽ എന്താ ബന്ധം? ആ ചോദ്യത്തിന്റെ ഉത്തരാണ്. ഓക്കെ, പക്ഷെ എങ്ങനെ അത് ഉത്തരാണെന്ന് അല്ലെങ്കിൽ എന്താണ് അത് അതിന്റെ ആ ഒരു ഉത്തരം നമുക്ക് പറഞ്ഞു തരുന്നത് ഇക്വേഷനുമായി ബന്ധപ്പെട്ട്? ഈ ഇക്വേഷൻ യഥാർത്ഥത്തിൽ പറയുന്നത് ഒരു ഇക്വേഷന് 2 സൈഡ് ഉണ്ടാവും. ഏതൊക്കെയാ സൈഡാ? LHS-ഉം RHS-ഉം അല്ലേ? ഇക്വേഷന്റെ റൈറ്റ് സൈഡിനെയാണ് നമ്മൾ RHS എന്ന് പറയാ, ലെഫ്റ്റ് സൈഡിനെയാണ് LHS എന്ന് പറയാ, അല്ലേ? അപ്പൊ LHS-ൽ ഇവിടെ ഒരു എക്സ്പ്രഷൻ കാണാം. എന്താണ് എക്സ്പ്രഷൻ? 2x + 3. 2 × x + 3 അല്ലേ? RHS-ൽ ഒരു എക്സ്പ്രഷൻ കാണാം. എന്താണ് എക്സ്പ്രഷൻ? എത്രയാ? 7x. അപ്പൊ ആ 2 എക്സ്പ്രഷനും തുല്യമാണ് എന്നാ അവിടെ പറയുന്നത്. ഈക്വൽ ആണ് എന്നാ പറഞ്ഞത്, അല്ലേ? ആ 2 എക്സ്പ്രഷനും ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ ആവണമെങ്കിൽ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഈക്വൽ ആവുമോ? എപ്പോഴും ഈക്വൽ ആണോ? അല്ല. എക്സിന് ഏതോ ഒരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? എക്സിന് ഏതോ ഒരു വാല്യൂ ഇട്ട് കൊടുത്താൽ LHS-ഉം RHS-ഉം ഈക്വൽ ആവും. ഏത് വാല്യൂ ഇട്ട് കൊടുത്താലാണ്? നോക്കൂ, 0 ഇട്ട് കൊടുത്ത് നോക്കൂ, എക്സിന് ഈക്വൽ ആവുമോ നോക്കാം. നമുക്ക് 0 ഇട്ട് കൊടുത്താൽ ഈക്വൽ ആവുമോ നോക്കാം. 2 × 0 + 3 = 7 × 0. 0 + 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. 2 × 3 = 7 × 0 പറഞ്ഞാൽ 0 ആണ്. 2 × 3 എന്ന് പറഞ്ഞാൽ 6 = 0. ശരിയാണോ? അല്ല. സോ എക്സിന് ഇഷ്ടപ്പെട്ട വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ എക്സ്പ്രഷനും റൈറ്റ് ഹാൻഡ് സൈഡിലെ എക്സ്പ്രഷനും തുല്യമാവില്ല. പക്ഷെ ഏതോ ഒരു വാല്യൂ ഇട്ട് കൊടുത്താൽ, എക്സിന് ഏതോ ഒരു വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് സംഭവിക്കും? LHS-ഉം RHS-ഉം ഈക്വൽ ആവും. ആ വാല്യൂ ആണ് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ സോൾവ് ചെയ്തത്. മനസ്സിലായോ? അതായത് എക്സിന് 6/5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ LHS-ലുള്ള എക്സ്പ്രഷൻ നമുക്ക് തരുന്ന ഒരു വാല്യൂവും RHS-ലുള്ള എക്സ്പ്രഷൻ തരുന്ന വാല്യൂ ഒന്നാവും. പറയുന്നത് ക്ലിയർ ആണോ? അപ്പോ അത് നമുക്ക് വേണമെങ്കിൽ ഷോ ചെയ്യാം. ഞാൻ ഷോ ചെയ്ത് സമയം കളയുന്നില്ല. കുറച്ച് എളുപ്പമുള്ള ഇക്വേഷൻ തന്ന് ഷോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഞാൻ ഇയാളെ എഴുതിയെടുക്കൊന്നും വേണ്ട. നമുക്ക് 6/5 ശരിയാണോ എന്ന് നോക്കാം. 6/5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എക്സിന് 6/5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഈ എക്സ്പ്രഷന്റെ വാല്യൂം ഈ എക്സ്പ്രഷന്റെ വാല്യൂം തുല്യമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, നമ്മൾ കണ്ടത് ശരിയാണോ, നമ്മൾ കണ്ടെത്തിയത് ശരിയാണോ നോക്കാം. 2 × 6/5 + 3 = 7 × 6/5. ഓക്കെ ആണോ? ഇനി ഇത് നമുക്ക് പല രീതി ചെയ്യാം. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം, അല്ലെ? 2 × 6 12/5 + 6 = 42. 5 എന്ന് കിട്ടും, അല്ലെ? നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ LHS ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 12 + 6 × 5 എത്രയാ? 30. /5. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഈ ഒരു സാധനത്തിനെ ഇങ്ങനെ സിമ്പിൾ ആക്കി ചെയ്യാവുന്നതാണ്. അറിയില്ലേ? ഇങ്ങനെ ചെയ്യുന്നത് അറിയോ? ഓക്കെ, അപ്പോ = 42/5. റൈറ്റ് സൈഡിൽ നമുക്ക് 42/5 കിട്ടി. ഇവിടെയും ശരിയല്ലേ? 30 + 12 എന്ന് പറഞ്ഞാൽ 42 അല്ലേ? അപ്പൊ 42/5 = 42/5 ശരിയാണ്. ഓക്കെ അല്ലേ? അതായത് 2x + 3ന്റെ വാല്യൂം 42/5 കിട്ടും. 7x-ന്റെ വാല്യൂം 42/5 കിട്ടും. എപ്പോ? എക്സിനെ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് പറയൂ. എപ്പോഴാണ് 2 × x + 3ന്റെ വാല്യൂം 7x-ന്റെ വാല്യൂം 42/5 ആവുന്നത്? എക്സിന് എന്തിട്ട് കൊടുക്കുമ്പോഴാ? എക്സിന് 10 ഇട്ട് കൊടുക്കുമ്പോൾ ശരിയാവോ? ഇല്ല. എക്സിന് നമ്മൾ ഈ കണ്ടുപിടിച്ച ഉത്തരം ഉണ്ടല്ലോ, എക്സിന് 6/5 ഇട്ട് കൊടുത്തപ്പോഴാണ് എന്ത് വരുന്നത്? LHS-ഉം RHS-ഉം ഈക്വൽ ആവുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ബേസിക്കലി ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ്. അതിലൊരു വേരിയബിൾ ഉണ്ടാവുമല്ലോ, ആ വേരിയബിളിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തുക ചെയ്യുക, അല്ലെ? ഒരു 1 വേരിയബിൾ ഇക്വേഷൻ ആണെങ്കിൽ ഒറ്റ വേരിയബിൾ ഉള്ള ഇക്വേഷൻ ആണ് നമുക്ക് സോൾവ് ചെയ്യാൻ ഉണ്ടാവുക. 2 വേരിയബിൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. ലീനിയർ ഇക്വേഷൻ, സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഒക്കെ പഠിച്ചപ്പോൾ 2 വേരിയബിൾ വരുന്ന ഇക്വേഷൻ, 2 ഇക്വേഷൻ ഒക്കെ ഒരുമിച്ച് സോൾവ് ചെയ്യാൻ പഠിച്ചോ സ്കൂളില്? ഉണ്ടാവില്ല, അല്ലെ? ഇല്ല. ഓക്കെ,
അപ്പോൾ അതിലേക്ക് വരും. ഇപ്പൊ ഒരു വേരിയബിൾ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താന്ന് മനസ്സിലായി. ആ വേരിയബിളിന്റെ വാല്യൂ നമുക്ക് കിട്ടും. അതായത് ആ തന്നിരിക്കുന്ന ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും, റൈറ്റ് സൈഡിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. അത് തുല്യമാവണമെങ്കിൽ നമ്മൾ ആ ഇട്ട് കൊടുത്ത വാല്യൂ, നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ആ വേരിയബിളിന് കൊടുക്കുമ്പോൾ മാത്രമേ അത് ഈക്വൽ ആവുള്ളൂ. അതുകൊണ്ടാണ് സോൾവ് ഫോർ എക്സ് എന്ന് പറയുന്നത്. ഇവിടെ സോൾവ് എക്സിനെ കണ്ടെത്തുക, ഏത് എക്സ് കൊടുക്കുമ്പോഴാണ് LHS ഉം RHS ഉം തുല്യമാവുക എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറഞ്ഞേ, ഏത് എക്സ് ഇട്ട് കൊടുത്താലാണ് LHS ഉം RHS ഉം തുല്യമാവുക? നമ്മൾ കണ്ടെത്തിയോ? കണ്ടെത്തി. എക്സ് ഈക്വൽ ടു 6/5 ഇട്ട് കൊടുത്താലാണ് LHS ഉം RHS ഉം തുല്യമാവുക. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ച സിമ്പിൾ ഇക്വേഷൻസ് ഒക്കെ ഇതാ വൺ വേരിയബിൾ ഇക്വേഷനിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. ഇതാ 2x + 3 7 = 8x അല്ലേ? അപ്പൊ ബേസിക്കലി സോൾവ് ഫോർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഇവിടെ ഒരാൾ പറയാണ് സോൾവ് ഫോർ എക്സ്. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? എക്സിന്റെ വാല്യൂ കണ്ടെത്തുക അല്ലേ? ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? LHS ഉം RHS ഉം ഈക്വൽ ആയിരിക്കണം. ഇവിടെ LHS ലെ എക്സ്പ്രഷൻ ആരാ? 2x + 7. RHS ലെ എക്സ്പ്രഷൻ ആരാ? 8x. ഈ എക്സ്പ്രഷനിൽ ഉള്ള എക്സിന് ഏതോ ഒരു വാല്യൂ ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യണം? ആ എക്സ്പ്രഷൻ ഒരു വാല്യൂ തരും. അതേ എക്സിന് അതേ വാല്യൂന് ഇട്ട് കൊടുക്കുമ്പോൾ 8x ഒരു വാല്യൂ തരും അല്ലേ? അത് രണ്ടും കൂടി ഈക്വൽ ആവണം. അങ്ങനെ ഒരു എക്സ് കണ്ടെത്തണം അല്ലേ? അതിങ്ങനെ ആലോചിച്ചിരുന്നാൽ കിട്ടുമോ? ഇല്ല അല്ലേ? അതാണ് മാത്സ് കുറച്ചുകൂടി നമുക്ക് പവർഫുൾ ആണ് അല്ലേ? നമുക്ക് അതിന് ഒരു സ്ട്രാറ്റജി നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങോട്ട് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിച്ചിട്ടാണ് അവസാനം അത് സോൾവ് ചെയ്യുന്നത്. എന്തായാലും അത് ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? പെട്ടെന്ന് നമുക്ക് ആലോചിച്ചാൽ കിട്ടുമോ? അങ്ങനെ ആലോചിച്ചിരുന്നാൽ കിട്ടുമോ? 2x + 7 എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലാണ്? അപ്പൊ ഇങ്ങനെ ആലോചിക്കേണ്ടി വരും. 1 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? 1 ഇട്ടാൽ ശരിയാവില്ല. 2 ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? അങ്ങനെ അതിന് എന്ത് മെത്തേഡ് എന്നാ പറയാ അറിയോ? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നാ പറയാ. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ട്രയൽ ആൻഡ് എറർ. എന്താ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കുക, വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതായത് എക്സിന് ആദ്യം 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? ശരിയാവോ നോക്കുക. എന്നിട്ട് ശരിയാണെങ്കിൽ എക്സ് സോൾവ് ചെയ്തു എന്ന് പറയാ. ആ ഇട്ട് കൊടുത്ത വാല്യൂ ആണ് സൊല്യൂഷൻ എന്ന് പറയാ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഉദാഹരണത്തിന് എക്സിന് 0 ഇട്ട് കൊടുത്താൽ സംഭവിക്കുക എന്താ നോക്കുക. 7 = 8 എന്ന് കിട്ടും. ശരിയാവും അല്ല? 7 = 0 എന്ന് കിട്ടും എക്സിന് 0 ഇട്ട് കൊടുത്താൽ. പറയുന്നുണ്ടോ? നോട്ട് ഞാൻ തരാം മോനെ, നോട്ട് ഞാൻ തരാം. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ. ലെക്ചർ നോട്ടിന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ 7 = 0. അപ്പൊ എക്സിന് 0 ഇട്ട് കൊടുത്തപ്പോൾ പറ്റില്ല. അപ്പൊ എക്സ് സൊല്യൂഷൻ അല്ല. ഞാൻ അടുത്തത് ഇങ്ങനെ ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് ചെയ്യുന്നതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന്. മനസ്സിലാവുണ്ടോ? പക്ഷെ അത് വീക്ക് മെത്തേഡാ. അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങനെ വെറുതെ നോക്കല്ല. പക്ഷെ അൾജിബ്ര ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബ്രിങ് ചെയ്ത് എക്സിനെ ഐസൊലേറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ ഐസൊലേറ്റ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് പവർഫുൾ ആയിട്ടുള്ള മെത്തേഡ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും പഠിക്കാത്ത ആളുകൾ ആ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്യേണ്ട. നമുക്ക് അതിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. എക്സിനെ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് സോൾവ് ചെയ്യും. ഒന്ന് ഐസൊലേറ്റ് ചെയ്ത് പറഞ്ഞേ ഇവിടെ സൊല്യൂഷൻ, ഈ ലീനിയർ ഇക്വേഷൻ. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനല്ലേ? അതെ, സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ്. എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താണ് LHS RHS ഈക്വൽ ആവുക എന്നുള്ളതാണ് ഒരു സോൾവ് ചെയ്യുക, ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ മീനിങ്. നോക്കട്ടെ, ഇയാൾ എങ്ങോട്ടാ കൊണ്ടുവന്നത്? 2x റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നോ അതോ 8x എങ്ങോട്ട് കൊണ്ടുവന്നോ? 8x എങ്ങോട്ട് കൊണ്ടുവന്നോ? ഓ, അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളത്. നോ പ്രോബ്ലം, എങ്ങനെയും ചെയ്യാം. ഞാൻ എന്താണെന്നറിയോ, 8x ഇങ്ങോട്ട് കൊണ്ടുവന്ന 2x - 8x അല്ലേ? 2x - 8x ആണ്. അതൊരു നെഗറ്റീവ് നമ്പർ. എനിക്ക് നെഗറ്റീവ് നമ്പറിനെ ഇഷ്ടമില്ല. നെഗറ്റീവ് എന്നുള്ള വാക്ക് തന്നെ എനിക്ക് ഇഷ്ടമില്ല. എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടിരിക്കണ്ടേ. ഞാൻ അതുകൊണ്ട് എപ്പോഴും മിക്കവാറും ചെയ്യാറ് പോസിറ്റീവ് കിട്ടുമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യുക. അപ്പൊ 8x - 2x അപ്പൊ =7 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ 8x - 2x എന്താ? 6x = 7. അപ്പൊ x എന്ത് കിട്ടും? എക്സിനെ ഐസൊലേറ്റ് ചെയ്യുക. 6 × x അല്ലേ? അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? 7/6. ഇതൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ x = 7/6 തന്നെയാണോ നിരഞ്ജന് കിട്ടിയത്? അപ്പൊ ഇത് ശരിയാണോ നോക്കിയാൽ വെരിഫൈ ചെയ്യുക.
എങ്ങനെ വെരിഫൈ ചെയ്യാ? ക്വസ്റ്റ്യനിൽ കൊണ്ടുപോയി ഇട്ട് കൊടുത്തിട്ട് LHS RHS ഈക്വൽ ആണോ നോക്കുക. കാരണം LHS RHS ഈക്വൽ ആവണമെങ്കിൽ വേരിയബിളിന് ഏത് വാല്യൂ ആണ് എന്നാണ് അവരുടെ ചോദ്യം. ഈ സോൾവ് ഫോർ എക്സിന്റെ ഉള്ളിൽ ആ ചോദ്യം ഉണ്ട്. ഈ സോൾവ് ഫോർ എക്സ് ആണ് എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ മാത്രമല്ല, കുറച്ച് ഡെപ്ത് ഉണ്ട് ആ ചോദ്യത്തിന്. ആ ചോദ്യത്തിന്റെ ഡെപ്ത് എന്താ? ആ LHS ലുള്ള എക്സ്പ്രഷനും RHS ലുള്ള എക്സ്പ്രഷനും ഈക്വൽ ആവണമെങ്കിൽ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കണം എന്നാണ് ജസ്റ്റ് ഒരു സോൾവ് ഫോർ എക്സിന്റെ ഉള്ളിൽ ഉള്ള അടങ്ങിയിരിക്കുന്ന മീനിങ്. ഓക്കെ ആണോ? അതാണ് നിരഞ്ജൻ ഇപ്പൊ കണ്ടെത്തിയത്. X7 ഇട്ട് കൊടുത്താൽ ശരിയാവും എന്നാണ് നിരഞ്ജൻ കണ്ടെത്തിയത്. ശരിയാണോ? ഞാൻ വെരിഫൈ ചെയ്ത് കാണിച്ചു തരാം. ഇയാൾ വെരിഫൈ ചെയ്യണ്ട, ഞാൻ വെരിഫൈ ചെയ്ത് കാണിച്ചു തരാം. 2 into 7/6 plus 7 equal to 8 into 7/6. ഇത് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ഔട്ട് ഇട്ട് 3 ആക്കാം അല്ലെ. അപ്പൊ 7/3 പ്ലസ് 7 എന്ന് വരും. അതായത് 7 പ്ലസ് 21/3 എന്ന് എഴുതാം, ഈക്വൽ ടു 56/6 എന്ന് എഴുതും. റൈറ്റ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടും നമുക്ക്? 28/3 ഈക്വൽ ടു 56/6. ഇത് ആണ് ശരിയാണ്. കാരണം എന്താണെന്നറിയോ? 56/6നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെയും രണ്ടുകൊണ്ട് ഹരിച്ചു നോക്കൂ. എന്താ കിട്ടുക? 28/3 എന്ന് കിട്ടും. സോ 56/6ന്റെ അതേ വാല്യൂ ആണ് 28/3. അതെന്താ? ഒരു ഫ്രാക്ഷന്റെ മുകളിലും താഴത്തും മൾട്ടിപ്ലൈ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാക്ഷന്റെ വാല്യൂ മാറില്ല എന്ന് നമുക്ക് അറിയാലോ അല്ലേ? ഇപ്പൊ ഇവിടെ മുകളിലും താഴത്തും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഫ്രാക്ഷന്റെ വാല്യൂ മാറില്ല എന്ന് നമുക്ക് അറിയാം അല്ലെ? അതുകൊണ്ട് ബേസിക്കലി 56/6 എന്ന് പറഞ്ഞാലും 28/3 എന്ന് പറഞ്ഞാലും ഒന്നാന്ന് നമുക്കറിയാം. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇത് 28/3 നമുക്ക് ബേസിക്കലി കിട്ടും. ക്ലിയർ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോ നിരഞ്ജൻ വെരിഫൈ ചെയ്യാൻ പഠിച്ചു അല്ലെ? ഒരു ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുക, അത് വെരിഫൈ ചെയ്യുക, ശരിയാണോ തെറ്റാണോ എന്ന്. ഈ വെരിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ നോളജ് വേണം. യഥാർത്ഥത്തിൽ അവരെന്താ ചോദിക്കുന്നത് എന്നുള്ള ഡെപ്ത് ഉണ്ടെങ്കിലേ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ലീനിയർ ഇക്വേഷൻ വാസ് എ വണ്ടർഫുൾ വേൾഡ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു അല്ലേ ആക്ച്വലി. പിന്നെന്താ ലീനിയർ ഇക്വേഷനിൽ ഡൗട്ട് വന്ന് നോക്കാം നമുക്ക്. ആ ചാപ്റ്റർ ഞാൻ നോക്കട്ടെ, അതിൽ ഏത് ഭാഗം ഡൗട്ട് വരുന്നതെന്ന് നമുക്ക് ചെക്ക്. ഇയാൾ എന്നോട് പറഞ്ഞാൽ മതി. നമുക്ക് അതിലേക്ക് പോകണമെങ്കിൽ നമുക്ക് സ്കൂള് ഓപ്പൺ ആവുന്നതിന് മുന്നേ അങ്ങോട്ട് പോവാം. ഓക്കെ അല്ലേ? അപ്പോ ദിസ് ഇസ് എ വണ്ടർഫുൾ, നമുക്കൊരു വണ്ടർഫുൾ വേൾഡ് ഉണ്ടായിരുന്നു. അവിടെ സിമ്പിൾ ആയിരുന്നു, എക്സിനെ ഐസൊലേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇനി നമ്മൾ ക്വാഡ്രാറ്റിക്സിന്റെ വേൾഡിലേക്ക് പോവാണ്. എന്താ ക്വാഡ്രാറ്റിക്? ഇവിടെ എന്താ ലീനിയർ എന്ന് വിളിക്കാൻ കാരണം? ഈ ഇക്വേഷൻ എന്താ ഇക്വേഷൻ എന്ന് വിളിക്കാൻ കാരണം? ഇപ്പൊ 2x+3 ഇതൊരു ഇക്വേഷൻ ആണോ? 2x+3 ഒരു ഇക്വേഷൻ ആണോ? പറഞ്ഞോളൂ. എന്താ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത? 2x+3 ഇക്വേഷൻ ആണോ? യെസ് ഓർ നോ? നോ. വൈ ഇറ്റ് ഈസ് നോട്ട് an ഇക്വേഷൻ? ഇക്വേഷൻ ആണെന്ന് പറയണമെങ്കിൽ സാക്ഷാൽ ഈക്വൽ ടു സൈൻ വേണം. അത്രേ ഉള്ളൂ. ഇവിടെ അങ്ങനെ ഒരാളില്ല. ഈ LHS RHS എന്നൊക്കെ പറയണമെങ്കിൽ ഈ ഇക്വേഷന്റെ LHS RHS എന്നല്ലേ സംഗതി. ഇയാൾ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാണ്, LHS RHS ഒന്നും ഇല്ലാന്ന്. കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈക്വൽ ടു സൈൻ ഉള്ള മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ ഇതിനെന്താ വിളിക്കുക? ഇങ്ങനെ എഴുതി വെച്ചാൽ അതിനൊരു മാത്സിൽ എങ്ങനെ വിളിക്കുക? മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ അങ്ങനെ പറഞ്ഞാൽ മതി. ഇറ്റ്സ് എ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ. അപ്പൊ സാധാരണ നമ്മൾ ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ കാണാം, ലെഫ്റ്റ് സൈഡിൽ ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ കാണാം. അത് രണ്ട് എക്സ്പ്രഷൻസ് ഈക്വൽ ആണ് എന്ന് പറയുന്നതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രണ്ട് മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസ് ഈക്വൽ ആണെന്ന് പറയുന്നതിനാണ് ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇപ്പോ 5x = 0. ഇവിടെ ഏതൊക്കെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് ഈക്വൽ ആണെന്ന് പറയുന്നത്? LHS-ലുള്ള 5x-ഉം RHS-ലുള്ള 0 എന്ന് പറഞ്ഞ ഒരു എക്സ്പ്രഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് എ നമ്പർ. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ നമ്പർ. ഇറ്റ്സ് ആൾസോ എൻ എക്സ്പ്രഷൻ, മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ ആണോ? അപ്പൊ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് എക്സ്പ്രഷൻസ് കാണാം. അത് ഈക്വൽ ആണെന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഈസി അല്ലേ? അപ്പൊ ലീനിയർ ഇക്വേഷൻ എന്തുകൊണ്ട് ഇതിനെ വിളിച്ചു?
അപ്പൊ ഇക്വേഷൻ എന്താന്ന് ഇയാൾ പഠിച്ചു. ഓക്കെ, ഇക്വേഷൻ എന്താന്ന് അറിയാം. യു നോ വാട്ട് ഈസ് ഇക്വേഷൻ. ഇനി വൈ ലീനിയർ ഇക്വേഷൻ, വൈ ദ വേർഡ് ലീനിയർ? എപ്പോഴാണ് ഒരു ഇക്വേഷൻ ലീനിയർ ആണോ ലീനിയർ അല്ല, ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണോ ലീനിയർ ഇക്വേഷൻ അല്ല എന്നൊക്കെ മനസ്സിലാവുക? ഉദാഹരണത്തിന് എക്സ് സ്ക്വയർ പ്ലസ് 3 ഈക്വൽ ടു 7x, ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണോ? ആണ്. എന്നാൽ ഇൻട്രസ്റ്റിംഗ്ലി ഇതൊരു ലീനിയർ ഇക്വേഷൻ അല്ല. സോ നമുക്ക് എന്ത് പഠിക്കാം? ലീനിയർ ഇക്വേഷനെ കണ്ടുപിടിക്കാൻ കാണാൻ എന്ത് ചെയ്യാം, എങ്ങനെ ഉണ്ടാവും എന്ന് പഠിക്കാം. ലീനിയർ ഇക്വേഷന്റെ വേരിയബിൾ ശ്രദ്ധിക്കുക. ഒരു ഇക്വേഷൻ ഉണ്ടാവുമ്പോൾ എപ്പോഴും നമുക്ക് ആ വേരിയബിൾ ആണല്ലോ നമ്മളെ കള്ളൻ അല്ലേ? കള്ളനെ പിടിക്കാണ് ആക്ച്വലി ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ കള്ളനെ പിടിക്കല പരിപാടി. ഇവിടെ നമ്മൾ കള്ളനെ പിടിച്ചു, എക്സ് ഈക്വൽ ടു 6/5 ആണ് ഇവിടുത്തെ കള്ളൻ. ഇവിടെ നമ്മൾ കള്ളനെ പിടിച്ചു, എന്താ, എക്സ് ഈക്വൽ ടു 7/6. അപ്പൊ വേരിയബിളിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, വേരിയബിൾ ആയിട്ടുള്ള കള്ളനെ പിടിക്കുക എന്നുള്ളതാണ് ഓരോ ഇക്വേഷനും നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ആ വേരിയബിളിന്റെ പവർ നോക്കുക. വേരിയബിളിന്റെ പവർ എന്താ? പവർ എന്ന് പറഞ്ഞാൽ എക്സ്പോണന്റ്. നമുക്ക് അവിടുത്തെ എക്സ്പോണന്റ് നോക്കാം. അപ്പൊ എക്സ്പോണന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, എക്സ്പോണൻഷിയേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് ബേസ്, ഇതിന്റെ മുകളിൽ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഇടുന്നത് എക്സ്പോണന്റ്. ഇപ്പോ 7^2, അവിടെ 7 ബേസ് ആണ്, 2 എക്സ്പോണന്റ് ആണ്. ക്ലിയർ ആണോ? 7^4, 7 ബേസ് ആണ്, 4 എക്സ്പോണന്റ് ആണ്. ഇത് ക്ലിയർ അല്ലേ? 7^4 എന്ന് പറഞ്ഞ മീനിങ് എന്താ? 7^4 എന്ന് പറഞ്ഞ മീനിങ് 7 into 7 into 7 into 7, ശരിയല്ലേ? അതേപോലെ x⁻³ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? x into x into x. ക്ലിയർ അല്ലേ? അപ്പോ വേരിയബിളിന്റെ പവർ നോക്കുക. ഇവിടെ വേരിയബിളിന്റെ പവർ ആരാ? ഈ x² എന്ന് പറയുമ്പോൾ വേരിയബിളിന്റെ പവർ ആരാ, അല്ലെങ്കിൽ എക്സ്പോണന്റ് ആരാ? 2 ആണ് അല്ലേ? അപ്പൊ വേരിയബിളിന്റെ പവർ 1 ഉണ്ടാവുള്ളൂ ലീനിയർ ഇക്വേഷനിൽ. ഓക്കെ ആണോ? വേരിയബിളിന്റെ പവർ 1 ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? മാത്രല്ല നമുക്ക് ഇപ്പൊ രണ്ട് വേരിയബിൾ ഒന്നും ഇതേപോലെ പ്രോഡക്റ്റ് ആയിട്ട് വരില്ല. അപ്പൊ എക്സ് ഇൻറ്റു വൈ എന്നൊന്നും വരില്ല. എക്സ് ഇൻറ്റു വൈ എന്നൊക്കെ, ഇപ്പൊ എക്സ് ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽ ടു 7x എന്നൊക്കെ വരികയാണെങ്കിൽ ഇവിടെ എന്താ പ്രശ്നം? ഇതൊരു ലീനിയർ അല്ല. ഇവിടെ വേരിയബിളിന്റെ പവർ ഒക്കെ 1 ആണ്, കുഴപ്പമില്ല അല്ലേ? ഇപ്പൊ വെറുതെ എക്സ് എന്ന് പറഞ്ഞാൽ അതെന്താ ഉദ്ദേശിക്കുന്നത്? x⁻1 ആണ്, വിച്ച് മീൻസ് എക്സ്. ക്ലിയർ അല്ലേ? അപ്പൊ വെറുതെ എക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിളിന്റെ പവർ എന്താ? 1 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ വേരിയബിളിന്റെ നോക്കുമ്പോൾ ഇവിടെ വേരിയബിളിന്റെ പവർ ഒക്കെ ഒന്നാണ്. പക്ഷെ ഇതൊരു ലീനിയർ ഇക്വേഷൻ അല്ല. കാരണം എന്താ അറിയോ? രണ്ട് വേരിയബിൾസ് പ്രൊഡക്റ്റ് ആയിട്ടും വരാൻ പാടില്ല. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോഴും ലീനിയർ ഇക്വേഷൻ അല്ല എന്ന് പറയാം. നമ്മൾ ലീനിയർ കുറച്ച് ഡെഫിനിഷൻ വഴി ഇങ്ങനെ പറയാനൊക്കെ പറ്റും അത്. പക്ഷെ ഞാൻ ഇപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നില്ല, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചോളൂ. നമ്മള് വേരിയബിളിന്റെ പവർ നോക്കുക. അപ്പോൾ 1 വരാനേ പാടുള്ളൂ. വേരിയബിളിന്റെ പവർ എന്താ വരാൻ പാടുള്ളൂ? 1 വരെ പാടുള്ളൂ. ഇനി രണ്ട് വേരിയബിൾസ് എന്ത് ചെയ്യാൻ പാടില്ല? പ്രൊഡക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കാൻ പാടില്ല. അപ്പോഴെന്താവും? അപ്പൊ ശരിക്കും എന്താ സംഭവിക്കുന്നത് അറിയാം? ഈ ടേമിന്റെ പവർ 2 എന്നാണ് പറയാ. അങ്ങനെ ടേമിന്റെ, അതായത് ഇതിന്റെ പവറും കൂടെ കൂട്ടിയതാണ് ഒരു ടേമിന്റെ പവർ എന്ന് പറയാം. അപ്പോൾ അത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിന് പോകില്ല, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. എന്ത്? രണ്ട് വേരിയബിൾ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കാനും പാടില്ല. വേരിയബിളിന്റെ പവർ ഒക്കെ എന്ത് വേണം? 1 ആവണം. അത്തരത്തിലുള്ള എക്സ്പ്രഷൻ ആണ് ലീനിയർ എക്സ്പ്രഷൻ എന്ന് പറയാം. അത്തരത്തിലുള്ള ഇക്വേഷൻ ആണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ എന്താ ലീനിയർ ഇക്വേഷൻ? വേരിയബിളിന്റെ പവർ എന്താവണം? 2 ആവണോ 1 ആവണോ? അപ്പൊ 2x + 3 7x = 5. ഇത് ലീനിയർ ഇക്വേഷൻ ആണോ? യെസ് ഓർ നോ? വേരിയബിളിന്റെ പവർ 1 ആണോ നോക്കിയാൽ മതി. ഇവിടെ എക്സിന്റെ പവർ എന്താ? 1 ആണ് അല്ലെ? എക്സ് എന്ന് പറഞ്ഞാൽ x⁻1 തന്നെയാണ്. ഓക്കെ അല്ലേ? ഇവിടെ എക്സിന്റെ പവർ എന്താ നോക്കുക? എന്താ? 1 ആണ്. അപ്പം എല്ലാ വേരിയബിളിന്റെ പവറും 1 തന്നെയാണ്. ആരെങ്കിലും ഒരാൾ വേരിയബിളിന്റെ പവർ 2 ആയി കഴിഞ്ഞാൽ അതെന്താവും? അത് ക്വാഡ്രാറ്റിക് ആവും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആവും. എന്താണ്? മറ്റത് ലീനിയർ ഇക്വേഷൻ എന്നല്ല നമ്മൾ പറയാ. ഇതിനെ ലീനിയർ ഇക്വേഷൻ എന്നല്ല പറയാ, ലീനിയർ ഇക്വേഷൻ എന്ന് പറയും. മറ്റതിന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നാ പറയാ കേട്ടോ. നമ്മൾ ആ വാക്കുകൾ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം. ആ വാക്കിനെ ഞാൻ ശരിക്കും പരിചയപ്പെടുത്തി തരാം. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? വേരിയബിളിന്റെ പവർ 2 ആയി കഴിഞ്ഞാൽ അതെന്തായി? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. അപ്പൊ ഞാൻ നോക്കട്ടെ.
ലീനിയർ ഇക്വേഷൻ ഇപ്പോഴും പഠിച്ചിട്ടുണ്ടോ നോക്കട്ടെ ഞാൻ. എക്സ് ഇൻറ്റു 7 പ്ലസ് എക്സ് ഈക്വൽ ടു 2x. ഇത് ലീനിയർ ഇക്വേഷൻ ആണോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? ലീനിയർ ആണോ? ലീനിയർ ആണെങ്കിൽ എന്തായിരുന്നു? വേരിയബിളിന്റെ പവർ എന്തായാൽ മതി? 1 ആയാൽ മതി. ആണോ നോക്കൂ, വേരിയബിളിന്റെ പവർ 1 ആണോ? അല്ല, ബ്രാക്കറ്റിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ മാറ്റം വരില്ലേ? വെരി ഗുഡ്, യു നോട്ടീസ്ഡ് ഇറ്റ്. അതന്നെ എനിക്ക് വേണ്ട ആൻസർ. അതായത് ബ്രാക്കറ്റ് നമുക്ക് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? 7x പ്ലസ് എന്ത് വരും? എക്സ് സ്ക്വയർ എന്ന് വരും. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ അല്ലേ? അപ്പൊ ഈക്വൽ ടു 2x. അപ്പൊ ഇതെന്താ? ഇതൊരു കണ്ടാ നമ്മൾ തോന്നും എന്ത് ലീനിയർ ഇക്വേഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? കണ്ടാൽ ലീനിയർ ഇക്വേഷൻ ആണെന്ന് തോന്നുന്നു. പക്ഷെ സിംപ്ലിഫൈ ചെയ്ത് നോക്കണം കേട്ടോ, ഉള്ളിലേക്ക് എടുത്ത് നോക്കണം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാന്? വേരിയബിളിന്റെ പവർ നോക്കാൻ. അല്ലാതെ തൊട്ട് പെട്ടെന്ന് അങ്ങ് നോക്കി കഴിഞ്ഞാൽ ലീനിയർ ആണെന്ന് തോന്നും, പക്ഷെ ഇത് ലീനിയർ അല്ല. അപ്പൊ വേരിയബിളിന്റെ പവർ ചെക്ക് ചെയ്യുന്നതിന്റെ മുന്നേ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഉള്ളിലേക്കൊക്കെ എടുക്കാനുള്ളത് ഉണ്ടെങ്കിൽ ഉള്ളിലേക്കൊക്കെ എടുത്ത് നോക്കണം, എന്നിട്ട് വേരിയബിളിന്റെ പവർ ചെക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ഇനി മോന് ഇക്വേഷൻ എന്താന്ന് പഠിച്ചു, അതിന്റെ കൂടെ എന്തും പഠിച്ചു. ഇതാ ഞാൻ ഇവിടെ സൈഡിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതാ സൈഡിൽ ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, 3 കാര്യങ്ങൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ഒരാളിനി നിരഞ്ജനോട് ചോദിക്കുക എന്താണ് ഇക്വേഷൻ, നിരഞ്ജൻ എന്ത് പറയും? പഠിച്ചാൽ മാത്രം പോരാ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറയാം. വി ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ്. ഇക്വേഷൻ എന്താന്ന് പറഞ്ഞാല് ഈക്വൽ സൈൻ ഉണ്ടാവണം. വെരി ഗുഡ്, അത്രേ ഉള്ളൂ. ഇനി പറച്ചിലൊന്നുമില്ല, അത് മതി. ഈക്വൽ ടു സൈൻ ആണോ ഇക്വേഷൻ ആണ്. ഇനി ലീനിയർ ഇക്വേഷൻ ആണ്. ഒരു ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ആണോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? ലീനിയർ ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പവർ എപ്പോഴും 1 ആയിരിക്കും. ഏതിന്റെ പവർ? വേരിയബിളിന്റെ പവർ കേട്ടോ. ആ ഇക്വേഷനിൽ ഒരു വേരിയബിൾ ഉണ്ടാവണം. ആ വേരിയബിളിന്റെ പവർ 1 ആയിരിക്കും. 1 വരും അല്ലേ? ഇക്വേഷൻ ആണെച്ചാൽ വേരിയബിൾ 2 ആവാണെച്ചാൽ അതിന് ക്വാഡ്രാറ്റിക്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് ഈക്വൽ ടു 7x ക്യൂബ്. ഇത് ലീനിയർ ഇക്വേഷൻ ആണോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? ലീനിയർ ഇക്വേഷൻ ആണോ? യെസ് ഓർ നോ? അല്ല. വേരിയബിളിന് എല്ലാ വേരിയബിളിനും പവർ 1 അല്ല അല്ലേ? പവർ 1 അല്ലാത്തയും വേരിയബിൾ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? ഹയസ്റ്റ് പവർ നോക്കണം, അതിന്റെ പേരിലാണ് ആ ഇക്വേഷൻ അറിയപ്പെടുക. ഇവിടെ ഹയസ്റ്റ് പവർ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഹയസ്റ്റ് പവർ എന്താ? വേരിയബിളിന്റെ ഏറ്റവും വലിയ എക്സ്പോണന്റ് ഏതാ? ആ വേരിയബിളിന് വരുന്ന ഏറ്റവും വലിയ എക്സ്പോണന്റ് 2 ആണ്. അപ്പൊ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ ആണോ? അപ്പൊ ഇതിന്റെ പവർ 1 അല്ലേ സാറേ? അങ്ങ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ എക്സിന്റെ പവർ 1 അല്ലേ സാറേ? ഈ എക്സിന്റെ പവറും 1 അല്ലേ സാറേ? എന്നിട്ട് ലീനിയർ ഇക്വേഷൻ, അതിൽ ഏറ്റവും വലിയ പവർ നോക്കണം, അതിന്റെ പേരിലാണ് ഇക്വേഷൻ അറിയപ്പെടുക. ഓക്കെ ആണോ? അപ്പൊ വലിയ പവർ ഇവിടെ എക്സിന്റെ ഏറ്റവും വലിയ പവർ 2 ആണ്. അതുകൊണ്ട് അത് ലീനിയർ ഇക്വേഷൻ എന്തായാലും അല്ല, അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇവിടെ എക്സ് ക്യൂബ് എന്നുണ്ടെങ്കിലോ? അപ്പൊ ഇതിലെ വേരിയബിളിന്റെ ഏറ്റവും വലിയ പവർ ഏതാ? അല്ലെങ്കിൽ ഏറ്റവും വലിയ എക്സ്പോണന്റ് ഏതാ? 3 ആണ്. അപ്പൊ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നും വിട്ടു, അതെന്തായി? ക്യൂബിക് ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ ആണോ? എന്താണ് ക്യൂബിക് ഇക്വേഷൻ? അപ്പൊ ഒരു ഇക്വേഷൻ ഇനിയും അങ്ങനെ, ഇനി അങ്ങോട്ട് 4th ഡിഗ്രി ഇക്വേഷൻ, 5th ഡിഗ്രി ഇക്വേഷൻ, 6 അങ്ങനെ പറഞ്ഞാൽ മതി. സെപ്പറേറ്റ് പേര് പഠിക്കണ്ട. ഇതിന് 3 സെപ്പറേറ്റ് പേരുള്ളത്. വേരിയബിളിന്റെ പവർ 1 ആവുന്ന സമയത്ത് ലീനിയർ ഇക്വേഷൻ, അതായത് ഹയസ്റ്റ് പവർ, വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ 1 ആണെങ്കിൽ അത് ലീനിയർ ഇക്വേഷൻ. ക്ലിയർ ആണോ? ഇനി വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ 3 ആണെങ്കിൽ അത് ഇതിനൊക്കെ ഒരു പേരും കൂടെ പറയാറുണ്ട്. ഇതിനൊക്കെ കോമൺ ആയിട്ട് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു നോട്ട്, ഒരു അവയർനെസ്, ഇക്വേഷനെ പറ്റി ഒരു അവയർനെസ് ഇല്ലാണ്ട് ഈ ചാപ്റ്ററിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ അങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്തത് കേട്ടോ. നന്നായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ബേസ് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഇതുള്ളത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് അങ്ങ് പോവാം ലാസ്റ്റിലേക്ക് കേട്ടോ. സമയമായോ? ഇല്ലല്ലോ, സമയം ഉണ്ടല്ലോ അല്ലേ?
ഓക്കെ, അപ്പോൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ. ഫസ്റ്റ് നോട്ട് എഴുതണ്ട കേട്ടോ, ഞാൻ നോട്ട് തരാം. ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷനോ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇത് നമ്മൾ ഡിഗ്രിക്ക് പോവാന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഡിഗ്രി ആണോ? നമ്മൾ ഡിഗ്രിക്ക് പഠിക്കാൻ പോവാ, എൻ്റെ ഏട്ടത്തി എവിടെയാ ഡിഗ്രിക്ക് പഠിക്കുകയാണ് അങ്ങനെ ഒക്കെ പറയൂലേ നമ്മള്, ആ ഡിഗ്രി ആണോ? എന്നാ വേറൊരു ഡിഗ്രി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വേറെ എവിടെയെങ്കിലും ഡിഗ്രി കേട്ടിട്ടുണ്ടോ? അതല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഡിഗ്രി കേട്ടിട്ടുണ്ടോ? മറ്റേ ഇതിന് നമ്പേഴ്സിന്റെ മുകളിലൊരു ഇതില്ലേ? യാ, യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്. അതെങ്ങനെ നമ്മൾ പറയാതെ, ഏത് സ്ഥലത്താ അത് ഉപയോഗിക്കാറ് നമ്മള്? മാപ്പിലൊക്കെ അങ്ങനെ ഉപയോഗിക്കില്ലേ മാപ്പ്? ലൊക്കേഷൻ. ആ, ആംഗിള് പറയാന് 30 ഡിഗ്രി അല്ലേ? ആംഗിള് പറയുമ്പോ ഡിഗ്രി എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ആഹാ, അത് ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. ഉദാഹരണത്തിന് 30 ഡിഗ്രി അല്ലേ? പിന്നെ ഡിഗ്രി നമ്മൾ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഡിഗ്രി എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെയോ? പിന്നെ വേറെ എവിടെയെങ്കിലും ഡിഗ്രി ഉണ്ടോ? ഇതൊക്കെ ഇത് നമ്മളെ ഡിഗ്രി. വേറെ ഡിഗ്രി ഉണ്ടോ? ഉണ്ട്, ഓർമ്മയുണ്ടാവും. ടെമ്പറേച്ചർ പറയുമ്പോ ഓർമ്മയുണ്ടോ? 15 ഡിഗ്രി സെൽഷ്യസ്, അല്ലേ? അവിടെ ഒരു ഡിഗ്രി വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ പറയുമ്പോൾ ഡിഗ്രി. ആ ഡിഗ്രികളൊന്നും ആയിട്ട് എന്ത് ചെയ്യണ്ട, ഇത് കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ ഡിഗ്രികൾ ഒന്നുമായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ. ആ ഡിഗ്രി എന്നുള്ള വാക്ക് നമുക്ക് ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താ, അതിന് ആ ഫസ്റ്റ് പവർ ആണെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി, വേരിയബിളിന്റെ തേർഡ് പറയുകയാണെങ്കിൽ അത് തേർഡ് ഡിഗ്രി, അങ്ങനെ പറയാം. ഒരു പൊതുവെ പറയുന്ന വാക്കാണ് കേട്ടോ ഡിഗ്രി വെച്ചിട്ടുള്ള വാക്ക്. അപ്പൊ തേർഡ് ഡിഗ്രി ഇക്വേഷൻ. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോ ഇവർക്കൊക്കെ ഒരു വീട്ടിൽ വിളിക്കുന്ന പേരാന്ന് തോന്നുന്നു ലീനിയർ ഇക്വേഷന്. സ്കൂളിൽ പോയ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയാം. ഞാൻ വേറെ തമാശ പറഞ്ഞ കേട്ടോ. ഇങ്ങനെ ഒരു സ്പെഷ്യൽ നെയിം ഉണ്ടെന്നേ ഉള്ളൂ. ലീനിയർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ക്യൂബിക് ഇക്വേഷൻ. ക്ലിയർ അല്ലേ? ഇനി ഞാനൊരു ഇക്വേഷൻ ഇവിടെ പറയാം. ഇത് ഏത് ഇക്വേഷൻ ആണെന്ന് പറയണം. ഇത് ഏത് ഇക്വേഷനാ? ലീനിയർ ഇക്വേഷൻ ആണോ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ, ക്യൂബിക് ഇക്വേഷൻ ആണോ? ഹൈയസ്റ്റ് പവർ ഏതാ? 4. അപ്പോ ഫോർത്ത് ഡിഗ്രി വരും. എക്സാക്ട്ലി, ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മതി. ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ എന്തുണ്ട്? ഒരു പേരുണ്ട്, ഇതേപോലൊരു പേരുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കാറില്ല, ടെക്സ്റ്റ് ബുക്കിലൊന്നും കാണാറേ ഇല്ല. ഈ ക്യൂബിക് ഇക്വേഷൻ തന്നെ വളരെ റെയർ ആയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണാറുള്ളത്. ഫോർത്ത് ഡിഗ്രിന്റെ വാക്ക് തന്നെ എന്തില്ല, ടെക്സ്റ്റ് ബുക്കില്ല. ഇയാളൊന്ന് അന്വേഷിച്ച് വരിക കേട്ടോ. എന്താണ് ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ? എന്തെങ്കിലും പേരുണ്ടോ? ഫിഫ്ത്ത് ഡിഗ്രി ഇക്വേഷൻ എന്തെങ്കിലും പേരുണ്ടോ? അതൊന്ന് അന്വേഷിക്കുക, വെറുതെ അന്വേഷിക്കുക. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ വേർഡ്സിലേക്ക് നമ്മളെ ഫോക്കസ് പോകണ്ട. ഇപ്പൊ എന്ത് ചെയ്താൽ മതി, ഈ കാര്യം ഇത് ജനറൽ പേരാണ്. ഡിഗ്രി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് പറയുന്നത് ജനറൽ പേരാണ്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, അത് എളുപ്പമാണ് പറയാൻ. മറ്റതൊന്നും പഠിക്കാനുണ്ട്, മനസ്സിലായില്ലേ? ലീനിയർ എന്നുള്ള വാക്ക് ഓർമ്മ വരണം, ക്വാഡ്രാറ്റിക് എന്നുള്ള വാക്ക് ഓർമ്മ വേണം, ക്യൂബിക് എന്ന് പറഞ്ഞ വാക്ക് ഓർമ്മ വേണം. ക്ലിയർ അല്ലേ? ഇനി ക്വാഡ്രാറ്റിക്കിനെ പറ്റി നമ്മൾ പോളിനോമിയൽ എന്ന ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഇവിടെ അതിനെ പറ്റി ഒരു വാക്ക് പറയുന്നത്, ഇതൊന്ന് വായിക്കോ? എ പോളിനോമിയൽ. അത് പോളിനോമിയലിന്റെ കാര്യം പറഞ്ഞതാണ് കേട്ടോ. അത് അവിടെ നിൽക്കട്ടെ. ക്വാഡ്രാറ്റിക് എന്താ ഈ ക്വാഡ്രാറ്റിക് എന്നുള്ള വാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി എടുത്ത. അപ്പൊ ഇത് ശ്രദ്ധിക്കണ്ട, പോളിനോമിയലിന്റെ ഭാഗമല്ല, അത് നോക്കണ്ട. ബാക്കി നെയിം ക്വാഡ്രാറ്റിക്. The name quadratic has been derived from the word quadrate, which means square. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പവർ 2. ഓക്കെ അല്ലേ? പവർ 2 വരുമ്പോഴാണ് ഇപ്പൊ വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ, പവർ 2 വരുമ്പോഴാണല്ലോ നമ്മൾ സ്ക്വയർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ക്വാഡ്രാറ്റിക് എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്നൊന്നും വിചാരിക്കണ്ട. ആ ടു എന്ന് വരുന്നത് എന്താ, പവർ 2 വരുമ്പോ ഉള്ള വാക്കാണ് എന്ത് ക്വാഡ്രാറ്റിക് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. അതാണ് ഞാൻ ഇത് പറഞ്ഞത്. ബേസിക്കലി എന്താ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അതിനാണ് ക്വാഡ്രാറ്റിക് എന്ന് പറയുക. പേടിക്കരുത് അത് വാക്ക് കേൾക്കുമ്പോൾ, അല്ലേ?
പിന്നെ ബേസിക്കലി തേർഡ് ഡിഗ്രി വരികയാണെങ്കിൽ ഹയസ്റ്റ് പവർ 3 ആണ് വരുന്നെങ്കിൽ ക്യൂബിക്ക്, ഫോർത്ത് ഹയസ്റ്റ് പവർ ആണെങ്കിൽ അത് എന്ത് വരും, ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ. അങ്ങനെ ജനറൽ ആയിട്ട് ആ പേര് പറഞ്ഞത്. 7 ഹയസ്റ്റ് ഡിഗ്രി ആണെങ്കിൽ അത് 7th ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഈസി അല്ലേ ഇനി. അതാണ് ഇക്വേഷനെ പറ്റി നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പൊ ഫിഫ്ത്തിന് അങ്ങോട്ട് ഡിഗ്രി ഇക്വേഷൻസ് ഉണ്ടാവും? ആ സിമ്പിൾ അല്ലേ ഡിഗ്രി ഇക്വേഷൻ ഉണ്ടാക്കാൻ. x⁵5 + 2 = 7. ഇതെന്താ, വേരിയബിളിന്റെ പവർ 5 ആണ്. അപ്പൊ ലീനിയറും അല്ല, ക്വാഡ്രാറ്റിക്കും അല്ല, ക്യൂബിക്കും അല്ല, പിന്നെ എന്താ, 5th ഡിഗ്രി ഇക്വേഷൻ ആണ്. ഓക്കെ ആണോ? അതിനും ചിലപ്പോൾ ചെല്ലപ്പേരുകൾ ഉണ്ടാവും, ഇതുപോലത്തെ ചെല്ലപ്പേരുകൾ ഉണ്ടാവും. മനസ്സിലാവണ്ടോ? അത് നോക്കേണ്ട ആവശ്യമില്ല. 5th ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ ഒരു ഇക്വേഷന്റെ ഏത് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ ആ ഇക്വേഷന്റെ പേര് നിർണ്ണയിക്കുന്നത് വേരിയബിളിന്റെ പവർ ആണ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചെറിയൊരു നോട്ട് എഴുതിയാലോ? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഥ സിനിമ കണ്ടു കഴിഞ്ഞാലേ കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോവില്ലേ, അതേമാതിരി പഠിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ട് ചെറിയൊരു നോട്ട് എഴുതി വെക്കുന്നത് നല്ലതാണ്. നോട്ട് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് നോട്ടല്ല കേട്ടോ. പിന്നീട് ഈ കൺസെപ്റ്റ് നമുക്കൊന്ന്, കാരണം ഇങ്ങനെ ഒരിക്കലും ചോദിക്കില്ല വാട്ട് ഈസ് ഇക്വേഷൻ, ഒരു ചോദ്യവും ചോദിക്കില്ല. പക്ഷെ നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു സുഹൃത്തിനെ പോലെ തോന്നണം. ഇപ്പോൾ ക്വാഡ്രാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മളാളാണെന്ന് തോന്നണം, മനസ്സിലായില്ലേ? അല്ലാതെ അയാൾ എന്തോ ഭീകരനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പഠിക്കുക. അതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് തരുന്നില്ല, സിമ്പിൾ ആയിട്ട്. ഇക്വേഷൻ മീൻസ് എന്താ, എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, ഇതൊന്നും ഒരിക്കലും കാണാതെ പഠിക്കേണ്ട കാര്യമല്ല കേട്ടോ. മലയാളത്തിൽ പറഞ്ഞ് എഴുതി വെക്കാവുന്നുള്ളൂ. പക്ഷെ മലയാളത്തിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയക്കാരങ്ങനെ മലയാളത്തിൽ എഴുതുന്ന മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് എഴുതുന്നുള്ളൂ. കാരണം ഇത് ഒരിക്കലും ചോദിക്കൂല കേട്ടോ. മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് വിത്ത് ഈക്വൽ ടു സിമ്പൽ. എഴുതി വെച്ചോ? ഇനി LHS an equation has two sides. LHS and RHS. ഓക്കെ ആണോ? LHS and RHS. ഇനി LHS and RHS are expression, we can see expressions, mathematical expressions തന്നെ എഴുതിക്കോളൂ. mathematical expressions in LHS and RHS. LHS-ലും RHS-ലും നമുക്ക് വിവിധ തരം മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് കാണാം. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 7x = 0 എഴുതണ്ട, എക്സാമ്പിൾ എഴുതണ്ട. ഇവിടെ LHS-ലുള്ള എക്സ്പ്രഷൻ ആരാ? 7x. RHS-ലോ? അപ്പോൾ ഒരാൾ ചോദിക്കുക, അയ്യോ RHS-ൽ ഒരു നമ്പർ അല്ലേ സാറേ, അതിനെ എക്സ്പ്രഷൻ എന്ന് വിളിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഒരു നമ്പറിനെയും ഇപ്പോൾ ഒരു വേരിയബിളും ഇതും മൾട്ടിപ്ലൈ, ഒരു ജനറൽ ടേം ആണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് കേട്ടോ. മാത്സിൽ ഒരു ജനറൽ ടേം ആണ് അത് നമ്പർ ആവാം, നമ്പറിന്റെ കോമ്പിനേഷൻസിനൊക്കെ നമുക്ക് എക്സ്പ്രഷൻസ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അതൊന്നും പിന്നെ എന്താണ് എക്സ്പ്രഷൻ എന്നൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇനി സോൾവിങ് എൻ ഇക്വേഷൻ മീൻസ് വാട്ട്? എന്താണ് സോൾവിങ് എൻ ഇക്വേഷൻ മീൻസ്? വി ഹാവ് ടു ഫൈൻഡ് ദ വേരിയബിൾ
that satisfy the equation. അല്ലേ? അപ്പൊ എഴുതി വെച്ചോളൂ. സോൾവിങ് an equation means equation means finding the value of variable, means finding the value of variable which makes LHS and which makes LH, the expression in LHS എന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല, സിമ്പിൾ ആയിട്ട് എഴുതുന്ന LHS and RHS ഈക്വൽ. ഈ നോട്ട് മനസ്സിലാവുന്നുണ്ടോ? ആശയം ആയിട്ട് കണക്ട് ആവുന്നുണ്ടോ? അതോ വെറുതെ എഴുതി വെക്കുകയാണോ? ഓക്കെ ആണോ? ഐഡിയ ക്ലിയർ അല്ലേ? അത് ഏതോ ആ വാല്യൂ നമ്മൾ കണ്ടെത്തണം അല്ലെ. LHS RHS ഈക്വൽ. ചിലർ പറയും സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ എന്നൊക്കെ പറയും കേട്ടോ. വാല്യൂ ഓഫ് വേരിയബിൾ വിച്ച് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ എന്നൊക്കെ പറയും. അപ്പൊ സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് LHS RHS ഈക്വൽ ആവുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ ചിലര് എന്താണ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെന്താ പറയാ അറിയോ? ചില ആളുകൾ പറയും നമ്മൾ ആ വേരിയബിളിന്റെ വാല്യൂ കൊണ്ട് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിളിന്റെ വാല്യൂ കൊണ്ട് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്ന് അവര് പറയാ. എന്താണ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? എന്തോ സ്റ്റെക്ക് ആയല്ലോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വേരിയബിളിന്റെ വാല്യൂ എന്നാണ് അവർ പറയാ കേട്ടോ. ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് LHSഉം RHSഉം ഈക്വൽ ആവാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? റൈറ്റ്. ഇനി ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ ഈസ് 1. അങ്ങനെ എഴുതി വെച്ചാൽ മതി. ലീനിയർ ഇക്വേഷൻ highest power of variable is 1. എന്തു പറയാം? ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്നും പറയാം. ആൾസോ കാൾഡ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ കഴിഞ്ഞാൽ ഒരു ഡോട്ട് ഇട്ട് എഴുതിയാൽ മതി. 3 ഡോട്ട്. ക്വാഡ്രാറ്റിക് ലീനിയർ ഇക്വേഷൻ എളുപ്പമായിരുന്നു സോൾവ് ചെയ്യാൻ കേട്ടോ. ഇന്ന് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് വേണം ക്ലാസ് അവസാനിപ്പിക്കാൻ കേട്ടോ. അപ്പൊ എങ്ങനെയാ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഒരു ഇത് നമുക്ക് അറിയാലോ, ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലേ. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താ വ്യത്യാസം? അതാണ് അവിടെ എന്താ ഡിഫിക്കൽറ്റി? അവിടെ ചെയ്യുന്ന പോലെ ഇവിടെ അങ്ങ് ചെയ്താൽ പോരെ? ഇങ്ങനത്തെ കുറെ തോട്ട്സ് ഉണ്ടാവും നമുക്ക്. അതാണ് ഇവിടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ റിവീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താ ഒന്ന് പറഞ്ഞേ. ഹയസ്റ്റ് പവർ ഓഫ് വേരിയബിൾ ഈസ് 2. അത് എഴുതിയ മുഴുവൻ സെന്റൻസ് എഴുതിക്കോളൂ കേട്ടോ. ഈസ് 2. ഇനിയോ അതിനെന്താ പറയാ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. പിന്നെയോ ക്യൂബിക് ഇക്വേഷൻ. എന്താ എഴുതാ? highest power of variable is 3. Highest power of variable is 3. അപ്പൊ എന്താ വരിക? തേർഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ?
ക്ലിയർ അല്ലേ? ആ. ഓക്കെ. അപ്പൊ ലീനിയർ ഇക്വേഷൻ ഓൾറെഡി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കൊരു ക്വാഡ്രാറ്റിക്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? ഈ ക്വാഡ്രാറ്റിക് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? ഹൈയസ്റ്റ് പവർ ഓഫ് വേരിയബിൾസ്. അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം ടെക്സ്റ്റ് ബുക്കിൽ ഒരു സെന്റൻസ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മള്, ഓർമ്മയുണ്ടോ? ഞാൻ നേരത്തെ കാണിച്ചു തന്നു ടെക്സ്റ്റ് ബുക്കിൽ ഒരു സെന്റൻസ്. സെക്കൻഡ് ഡിഗ്രി. അതൊക്കെ ഞാൻ വെട്ടി. എന്നിട്ട് ക്വാഡ്രാറ്റിക് എന്ന വാക്ക് എവിടുന്ന വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്കിന്റെ അർത്ഥം ക്വാഡ്രേറ്റ് മീൻസ് സ്ക്വയർ. വെരി ഗുഡ്, വെരി ഗുഡ്, യു ആർ ബ്രില്യൻറ്റ്. അപ്പോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ ക്വാഡ്രാറ്റിക് എന്നുള്ള വാക്കിന്റെ മീനിങ് സ്ക്വയർ. അതാണ് ഈ സെക്കൻഡ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കുന്നതല്ല, ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സെന്റൻസ് അല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് കടക്കാം. ഞാൻ ചോദിക്കട്ടെ, എക്സ് ഇങ്ങനെ എഴുതി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒരു ഹെഡിങ് കൊടുത്താൽ, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്വാഡ്രാറ്റിക് ഇല്ല, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഇനി ഇത് നോട്ട് എഴുതണ്ട കേട്ടോ, നോട്ട് എഴുതണ്ട, ഇനി ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമുക്ക് കുറച്ചൊന്ന് ഫണ്ണി ആയിട്ട് കുറച്ച് സോൾവ് ചെയ്ത് നോക്കാം, അപ്പോൾ മനസ്സിലാവും എന്താണ് സംഗതി, വ്യത്യാസമുണ്ട്. ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 5 ഈക്വൽ ടു 30. എക്സ് സ്ക്വയർ പ്ലസ് 5 ഈക്വൽ ടു 30. ഇത് ലീനിയർ ഇക്വേഷൻ ആണോ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ, ക്യൂബിക് ഇക്വേഷൻ ആണോ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. വൈ? ഹയസ്റ്റ് പവർ, വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ എന്താ? 2 ആണ് അല്ലേ? ഇനി സോൾവ് ഫോർ എക്സ് നമുക്ക് എങ്ങനെ സോൾവ് ഫോർ എക്സ് എങ്ങനെ സോൾവ് ചെയ്യും? പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതണ്ട, എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ഇയാള് ഖാൻ അക്കാഡമി ഒക്കെ നോക്കി പഠിച്ചു വന്നിട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നെ? അതാണ് ഈ പഠിച്ചു വരുന്നതിന്റെ ഗുണം കേട്ടോ. ഞാൻ അതല്ലേ പറഞ്ഞു റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഓരോ ക്ലാസ്സിലും പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോഴായിരിക്കും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എന്തിനാ ടെക്സ്റ്റ് ബുക്ക്? നമുക്ക് റീഡ് ചെയ്യണ്ട, നമുക്ക് ഈ ബുക്കുകൾ വാങ്ങാറില്ല, നമ്മൾ പൈസ കൊടുത്തൊക്കെ ബുക്ക് ലൈബ്രറിയിൽ നിന്ന് ബുക്കുകൾ എടുക്കല്ല. അതേപോലെ ഒരു ബുക്കാണ്, നമുക്ക് പഠിക്കാനുള്ള ബുക്കാട്ടോ. അത് ആരോ നോക്കിയിട്ട് ഞങ്ങളിങ്ങനെ ടീച്ചേഴ്സ് ഇങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാനുള്ള ബുക്കല്ല അത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങണ്ടല്ലോ. മോൻ വാങ്ങിനോ? ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയോ 10th? എത്ര വായിച്ചു നോക്കിയോ? നമ്മളൊരു ബുക്ക് വാങ്ങിയ സാധാരണ വായിക്കാറില്ലേ? വായിച്ചു നോക്കിയോ? ശരിക്കും ആ ഒരു മെന്റാലിറ്റിയാ വേണ്ടത്. നമ്മളിപ്പോ കടയിൽ നിന്ന് ഒരു ബുക്ക് വാങ്ങാന്ന് വിചാരിക്കുക, MTയുടെ ഒരു ബുക്ക്, MTയുടെ ഒരു പുസ്തകം ഏതാ, അപ്പൊ MTയുടെ മഞ്ഞ് എന്ന് പറഞ്ഞ നോവൽ പൈസ കൊടുത്ത് വാങ്ങുകയാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ വീട്ടിലെത്തിയിട്ട് എന്ത് ചെയ്യാ, ഇങ്ങനെ ഒരു ബുക്ക് ആരെങ്കിലും നമുക്ക് പഠിപ്പിച്ചു തരും, അവിടെ വെക്കുകയാണോ ചെയ്യാ? വായിക്കല്ലേ ചെയ്യാ. അതുപോലെ മാത്സ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ വാങ്ങിയതാണ്, സ്കൂളിലെ ഏത് ടെക്സ്റ്റ് ബുക്കും വാങ്ങിയതാണ്. അപ്പൊ അതെന്ത് ആരെങ്കിലും ഒക്കെ പഠിച്ചു തരും എന്ന് പറഞ്ഞാൽ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു സമയത്ത് എടുത്ത് നോക്കുക, എന്താ സംഭവം നോക്കുക. അപ്പൊ നമുക്ക് ഡൗട്ട്സ് വരും. അപ്പോൾ നമ്മളെ വട്ടിട്ട് വെക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ പോകേണ്ടത് എന്താവണം? ഞാൻ സ്കൂളിൽ പോകുന്നതും നമ്മളെ ക്ലാസ്സിലൊക്കെ വരുന്നതിന്റെ ഒരു അപ്രോച്ച് പറയണം, മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഇട്ട് വെക്കണ്ടല്ലോ, സാർ ടീച്ചർ ഇത് എന്താന്ന് ചോദിക്കാനാവണം നമ്മൾ ഓരോ ക്ലാസ്സിനും പോകേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് താല്പര്യം ഉണ്ടാവും? സ്കൂളിൽ ടീച്ചർമാരൊക്കെ കാണാൻ ഭയങ്കര താല്പര്യം ഉണ്ടാവും. എന്താ, നമുക്ക് അന്വേഷണ ബുദ്ധിയോട് കൂടിയാണ് നമ്മൾ ക്ലാസ്സിൽ പോവുക. ശരിയല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? അല്ലേ? നമ്മൾ ഓരോന്നിങ്ങനെ ഇത് ഡൗട്ട് ഉണ്ട്, ഇന്ന് പോയിട്ട് ആദ്യം ഇത് ചോദിക്കണം അത് ചിലപ്പോൾ ക്ലാസ്സിൽ തന്നെ ചോദിക്കണം എന്നില്ല. ക്ലാസ്സിൽ ചോദിച്ചാൽ എല്ലാവരും ഇങ്ങനെ അയ്യോ ഇയാളെന്തോ പഠിക്കുന്നുണ്ടെന്നൊക്കെ, അതൊന്നും പ്രശ്നമല്ല. ക്ലാസ്സിൽ ചോദിച്ചാലും ഒരു പ്രശ്നമല്ല. നമുക്ക് വേണമെങ്കിൽ സീക്രട്ടായിട്ട് ക്ലാസ്സിൽ ചോദിക്കുന്നത് നല്ല തന്നെ കേട്ടോ. എല്ലാവർക്കും ഒരു ധൈര്യം ഉണ്ടാവില്ല. ഞാൻ ആ ധൈര്യം ഉണ്ടാവണം എന്നാ പറയുന്നത്. ആക്ച്വലി അല്ലെങ്കിലും മടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടീച്ചറോട് സ്റ്റാഫ് റൂമിൽ പോയിട്ട് ടീച്ചർ ഇതെന്താ, ഇത് വായിച്ചിട്ട് മനസ്സിലാവില്ല, അങ്ങനെ ചോദിക്കുന്ന ഒരു മെന്റാലിറ്റി, അവിടെയാണ് എന്ത് വരുന്നത്, ലേണിംഗ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. മനസ്സിലായോ? മറ്റത് നമ്മൾ എന്താ ചെയ്യുന്നത്, കുറെ ആളുകൾ പഠിക്കും, നമ്മൾ അവസാനം ടെൻഷൻ അടിച്ചിട്ട് സ്കൂൾ പരീക്ഷ എഴുതി വെച്ച് നമ്മൾ പോരും. അത് ഞങ്ങൾ ആ പരീക്ഷ ഇതോടുകൂടി മറന്നും പോകും. മനസ്സിലായില്ലേ? പക്ഷെ ഒരിക്കലെങ്കിലും നമ്മൾ പുസ്തകം എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഇത് മനസ്സിലായില്ല, ഈ വേർഡ് മനസ്സിലായില്ലല്ലോ എന്ന് വട്ടയിട്ടിട്ട് പോയിട്ട് അന്വേഷിക്കാൻ നമുക്ക് കാണിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്തായി, പഠനം തുടങ്ങിയോ? 10ലെ പഠനം തുടങ്ങിയോ? അപ്പൊ നിരഞ്ജൻ ആ തരത്തിൽ നോക്കുമ്പോ 10ലെ പഠനം തുടങ്ങിയോ? ഇല്ല. 5-6 ചാപ്റ്റർ കഴിഞ്ഞു സ്കൂളിൽ അല്ലേ? 10ലെ പഠനം ഇപ്പൊ തുടങ്ങി. അപ്പൊ തുടങ്ങണം. അപ്പൊ അങ്ങനെ
അങ്ങനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിക്ക് സമയം ഉണ്ടാവില്ല, വെറുതെ നിൽക്കാൻ സമയം ഉണ്ടാവില്ല. അയാൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും, അയാളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേയിരിക്കും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ അല്ലേ? അപ്പൊ ലേണിംഗ് ഇസ് എ ഗ്രേറ്റ് പ്രോസസ്, ഭയങ്കര സംഭവം പ്രോസസ്. അത് ഇങ്ങനെ ക്ലാസ് റൂമിൽ കളഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരുന്ന് കളയാനുള്ള സംഭവമല്ല. നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്യാം, നമുക്ക് എന്തൊക്കെ ബിസിനസ് ചെയ്യുക, അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ പോയി ഇരിക്കുക, ഒരു കൂട്ടിന്റെ ഉള്ളിൽ പോയി ഇരിക്കുന്ന പോലെ ഇരിക്കുക. അങ്ങനെ ഇരിക്കാനുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യുക, അന്വേഷണ ബുദ്ധിയോട് ഓരോ ക്ലാസ്സും നമ്മളെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ആവണം ഓരോ ക്ലാസ്സിലും പോകേണ്ടത്. ഓക്കെ അല്ലേ? കഥ പറഞ്ഞ ഒരുപാട് പറയാനുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും പഠിപ്പിക്കുന്നതിലേക്ക് വരാം. എക്സ് സ്ക്വയർ പ്ലസ് 5 ഈക്വൽ ടു 30, സോൾവ് ഫോർ എക്സ്. എന്ത് ചെയ്യും? 13 അല്ല, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 30 മൈനസ് 5. വെരി ഗുഡ്. അത് നമുക്ക് ആ ഒരു സ്കില്ല് നമുക്ക് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോഴേ കിട്ടിയിട്ടുണ്ട് അല്ലേ? എക്സ് സ്ക്വയർ ആ പ്ലസ് 5 ഐസൊലേറ്റ് ചെയ്യാന്നല്ലേ, അതല്ലേ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത്. ആ വേരിയബിളിന് ഒറ്റയ്ക്കാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. 30 മൈനസ് 5 അല്ലേ? 30 മൈനസ് 5 എന്താ വരുന്നത്? 25. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. അപ്പോ എക്സ് ഈസ് റൂട്ട് ഓഫ് 25. എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25. അതെങ്ങനെ കിട്ടി? മറ്റതൊക്കെ നമുക്ക് പറയുമല്ലോ, ഈ പ്ലസ് 5 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ അല്ലേ പറയാറ് അല്ലേ? പ്ലസ് 5 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി, അതും ശരിക്കും ഒരു കള്ളത്തരം. എന്നാലും നമ്മൾ പറയാറുണ്ട് പ്ലസ് 5 അങ്ങോട്ട് കൊണ്ടുപോയി. ഇവിടെ എങ്ങനെയാ, എക്സ് സ്ക്വയർ എന്നുള്ളടുത്ത് അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ റൂട്ട് 25. അപ്പൊ എന്താ പറയാറ് സാധാരണ? ഈ കേസിലൊക്കെ നമ്മൾ പറയും പ്ലസ് 5 അങ്ങോട്ട് കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ പ്ലസ് 5 അങ്ങോട്ട് കൊണ്ടുപോയതാണോ? അല്ല, രണ്ട് ഭാഗത്തും -5 ചെയ്യുന്നതാണ് ആക്ച്വലി. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് അതിന്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു തരട്ടെ. ജസ്റ്റ് ഒന്ന് സ്റ്റോറി കേൾക്കുന്ന പോലെ കേട്ടാൽ മതി. ഒന്ന് പറയട്ടെ, സംഭവിക്കുന്നത് നോക്കണേ. എക്സ് സ്ക്വയർ പ്ലസ് 5 ഈക്വൽ ടു 30. അടുത്ത സ്റ്റെപ്പിൽ പെട്ടെന്ന് എങ്ങനെ മൈനസ് ആ പ്ലസ് 5 അങ്ങോട്ട് ചാടുന്നതല്ല ശരിക്കും. അത് നമ്മൾ കള്ളക്കഥ പറയുന്നത് മാത്രമാണ്. യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? രണ്ട് ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യാണ്, ഇക്വേഷന്റെ രണ്ട് ഭാഗത്തും -5 ചെയ്യാണ്. അപ്പൊ ഈ +5 -5 0 ആയി പോകും. അതാണ് അവിടുന്ന് ആളില്ലാണ്ടായി പോകുന്നത്. മനസ്സിലായില്ലേ? എക്സ് സ്ക്വയർ ഈക്വൽ ടു 30 - 5 അങ്ങനെയാണ് ആവുന്നത്. പറയുന്നത് ക്ലിയർ ആണോ? അപ്പൊ ഒരു ഇക്വേഷന്റെ രണ്ട് ഭാഗത്തും ഒരേ ഓപ്പറേഷൻ ചെയ്യലാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. മാത്രമല്ല അത് എഴുതാനും പാടാണ്. അതുകൊണ്ട് നമ്മളൊരു ട്രിക്ക് പറയാറാണ്. സാധാരണ മാത്സ് ക്ലാസ്സിൽ +5 അങ്ങോട്ട് പോവാന്നാണ് പറയാറ്. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. there is a behind സ്റ്റോറി ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? യഥാർത്ഥത്തിൽ രണ്ട് ഭാഗത്തും -5 ആഡ് ചെയ്യലാണത്. ഓക്കെ. അപ്പോൾ അത് ഓക്കെ, അത് കഴിഞ്ഞു. അപ്പൊ രണ്ട് ഭാഗത്തും -5 ആഡ് ചെയ്ത്, അല്ലെങ്കിൽ തൽക്കാലം ഇങ്ങനെ പറഞ്ഞാൽ മതി, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മതി, +5 അങ്ങോട്ട് കൊണ്ടുപോയി -5 ആയി. ഓക്കെ. പക്ഷെ ഇവിടുന്ന് എങ്ങനെ ഈ സ്റ്റെപ്പിലേക്ക് എത്തി? എന്താ സംഭവിച്ച? രണ്ടിന് എന്താ ചെയ്തേ? രണ്ടിനെ റൂട്ടാക്കി അങ്ങ് പഠിച്ചു വെക്കുക അല്ലേ? ആക്ച്വലി ശരിക്കും ചിലർ പറയും രണ്ട് ഭാഗത്തും സ്ക്വയർ റൂട്ട് എടുത്തു എന്നൊക്കെ പറയും. അതൊക്കെ ബേസിക്കലി റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഞാൻ അത് എന്താന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ. എന്താണ് സംഭവം നടക്കുന്നത്? കാരണം ഈ ഒരു ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കണം. യഥാർത്ഥത്തിൽ സോൾവ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയോ? എക്സ് സ്ക്വയർ ഈക്വൽ ടു 25 ആണ്. ഇതിന്റെ ഇടയിൽ ഒരുപാട് വലിയ സ്റ്റോറീസ് ഉണ്ട്. ആ സ്റ്റോറി ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ ആണ്? ശ്രദ്ധിച്ചിരുന്നാൽ മതി, എഴുതണ്ട. അപ്പൊ എക്സ് സ്ക്വയർ ഈക്വൽ ടു 25. ഈ 25 ആക്ച്വലി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. എന്നിട്ട് എക്സ് സ്ക്വയർ -25 ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നില്ല. നെറ്റ് പോയിട്ടുണ്ടോ? ഇവിടെ നെറ്റിന്റെ പ്രശ്നമില്ലല്ലോ. ഓക്കെ ആണോ ഇപ്പോ? ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. ശരിക്കും എന്താണെന്ന് അറിയാം, നമുക്ക് ആസ്വദിച്ച് ക്ലാസ് എടുക്കണമെങ്കിൽ ഇയാൾക്കും ബ്രോഡ്ബാൻഡ് കണക്ഷൻ വേണ്ടിയിരുന്നു. ഈ മൊബൈലിന്റെ നെറ്റ് ആകുമ്പോൾ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും ചിലപ്പോൾ. മനസ്സിലായോ? ബ്രോഡ്ബാൻഡ് കണക്ഷനും വൈഫൈ ആണോ? ആണോ? ഇപ്പൊ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ? ഇപ്പൊ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലേ? വേറെ എന്തെങ്കിലും എക്സ്റ്റേണൽ വോയിസ് വരുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഫാനിന്റെ ശബ്ദമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ക്ലാരിറ്റിക്ക് കുറവൊന്നുമില്ലല്ലോ. ഓക്കെ. അപ്പൊ പറഞ്ഞു വരുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 25. ആ 25 ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ -25 ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇത് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ സ്റ്റെപ്പ് ഓക്കെ ആണോ? ആ 25നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. റൈറ്റ് സൈഡിലുള്ള 25നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അവിടെ 0 ആയി, ലെഫ്റ്റ് സൈഡിൽ -25 ആയി. ഓക്കെ അല്ലേ? ഇനി 25നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 സ്ക്വയർ എന്ന് എഴുതാം. എക്സ് സ്ക്വയർ -5 സ്ക്വയർ
ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത് ക്ലിയർ ആണോ? ഇപ്പൊ അത് ഏത് ഫോമിലായി എന്നറിയോ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലായി. ക്ലിയർ ആണോ? LHSൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഫോമിലായി. ക്ലിയർ ആണോ? എയുടെ സ്ഥാനത്ത് എക്സ് ആണ്, ബിയുടെ സ്ഥാനത്ത് 5 ആണ്. പക്ഷെ നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. നമുക്ക് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ അത്? ആ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ ഈ സ്റ്റെപ്പിന് എന്താക്കി എഴുതാം? അടുത്ത സ്റ്റെപ്പിൽ എക്സ് സ്ക്വയർ മൈനസ് 5 സ്ക്വയറിന് എന്താക്കി എഴുതാം പറഞ്ഞോളൂ? പ്ലസ് 5 എക്സ് മൈനസ് 5. എക്സ് പ്ലസ് 5 ഇൻറ്റു എന്ന് പറയാൻ വിട്ടുപോരുത്, എക്സ് മൈനസ് 5. ഓക്കെ ആണോ? ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇനി സീറോ പ്രോഡക്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് രണ്ടാൾ മൾട്ടിപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ അത് 0 ആണെങ്കിൽ അതിൽ ഓരോ ആളെയും നമുക്ക് 0നോട് ഇക്വേറ്റ് ചെയ്യാം. അതായത് എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 5 ആണെങ്കിൽ വിച്ച് മീൻസ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ഇംപ്ലൈസ് എക്സ് പ്ലസ് 5 0 ആവാം ഓർ എക്സ് മൈനസ് 5 0 ആവാം. അത് എപ്പോഴും ഓർത്ത് വെക്കുക. രണ്ടാൾക്കാർ ഇപ്പൊ നോക്കൂ, എക്സ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് 0 ആയാലും മൊത്തം 0 ആവാം, വൈ 0 ആയാലും എന്താവാം, മൊത്തം 0 ആവാം. പറയുന്നത് ക്ലിയർ ആണോ? അതുപോലെ ഈ ബ്രാക്കറ്റ് ഇൻറ്റു ഈ ബ്രാക്കറ്റ് 0 ആണ്, വിച്ച് മീൻസ് ഇതിൽ ഏതെങ്കിലും ഒരാൾ 0 ആവാം. മനസ്സിലാവുണ്ടോ? എന്നാൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവും. ക്ലിയർ ആണോ? അതാണ് നമ്മൾ ഒന്നെങ്കിൽ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് എഴുതാം. പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? -5 എന്ന് കിട്ടി. പിന്നെയോ എക്സ് ഈക്വൽ ടു +5 എന്ന് കിട്ടി അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് യഥാർത്ഥ എക്സ് ഈക്വൽ ടു -5, എക്സ് ഈക്വൽ ടു 5. ഇതാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്. ശരിക്കും എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √25 എന്ന് എഴുതി വെക്കുക ചെയ്യുക. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √25. എക്സ് സ്ക്വയർ ഈക്വൽ ടു 25 ആണെങ്കിൽ ശ്രദ്ധിക്കണേ, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സ് ഈക്വൽ ടു വെറും √25 എന്നല്ല എഴുതേണ്ടത് ആക്ച്വലി. കാരണം നമുക്ക് എക്സിന് 2 വാല്യൂ കിട്ടിയിട്ടില്ലേ? നോക്കൂ, എക്സ് ഈക്വൽ ടു -5 കിട്ടുന്നുണ്ട്, എക്സ് ഈക്വൽ ടു 5. 2 വാല്യൂ ഇട്ട് കഴിഞ്ഞാലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇക്വേഷൻ സോൾവ് ചെയ്തതാണ് ഇപ്പോൾ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എക്സ് ഈക്വൽ ടു -5 എന്ന് ആൻസർ കിട്ടുന്നുണ്ട്, എക്സ് ഈക്വൽ ടു 5 എന്ന് ആൻസർ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ആൻസർ ഇവിടെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ഓർ മൈനസ് √25 എന്ന് എഴുതണം ശരിക്കും. പറയുന്നത് ക്ലിയർ ആണോ? അപ്പൊ √25 എന്ന് പറഞ്ഞാൽ അതായത് ദിസ് ഇസ് സിംപ്ലി 2 ആൻസേഴ്സ്. അതായത് എക്സ് ഈക്വൽ ടു പ്ലസ് √25, അതായത് സാധാ √25ഉം എക്സ് ഈക്വൽ ടു എന്താ? മൈനസ് √25. അപ്പൊ നോക്കുക, നമ്മൾ നേരത്തെ അതേ ആൻസറിലേക്ക് വരും. ഏത് ആൻസറിലേക്ക്? എക്സ് ഈക്വൽ ടു 5ഉം എക്സ് ഈക്വൽ ടു 5ഉം എക്സ് ഈക്വൽ ടു -5ഉം. ക്ലിയർ ആണോ? അപ്പൊ ഇത് എന്തിനു പറഞ്ഞാന്നറിയോ? ആൾവേസ് റിമെമ്പർ എക്സ് സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ശരിക്കും എന്താ എഴുതേണ്ടത്? എക്സ് ഈക്വൽ ടു വെറും √25 എന്ന് എഴുതിയാ പോരാ, പ്ലസ് ഓർ മൈനസ്. കാരണം 2 ആൻസറും കിട്ടും. കാരണം യഥാർത്ഥത്തിൽ സോൾവ് ചെയ്യേണ്ട രീതി ഞാൻ ഇവിടെ കാണിച്ചു തന്നു. മനസ്സിലാവുണ്ടോ? അങ്ങനെ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ 2 ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം? പ്ലസ് ഓർ മൈനസ് √25 എന്ന് എഴുതണം. അപ്പോഴാണ് അതിന്റെ ഫുൾ ആൻസർ അവിടെ വരുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അത് ശരിക്കും നമുക്ക് ഇവിടെ കാണിക്കാം കേട്ടോ. ഞാൻ ഒരു മിനിറ്റ്, ഇവിടെ നമുക്കത് കാണിക്കാൻ പറ്റും. ഇവിടെ 25 എന്ന് പറയുന്നത്, ഈ 5 എന്ന് പറയുന്നത് 5 ഈക്വൽ ടു 0 എന്നല്ലേ? അപ്പൊ അത് റൂട്ട് എങ്ങനെ -√5 ഒക്കെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, എക്സ് ഈക്വൽ ടു 5നെ നമുക്ക് √25 എന്ന് എഴുതിക്കൂടെ? √25 ആണല്ലോ 5, ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇവിടെയോ എക്സ് മൈനസ് 5നെ നമുക്ക് √25 ഈക്വൽ ടു 0 എന്ന് എഴുതാം. പറയുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആണോടോ? ഒരു മിനിറ്റ്. യെസ് യെസ് യെസ്, ഇത് ക്ലിയർ ആണോ? അപ്പോൾ √25 ഈക്വൽ ടു, അപ്പോൾ നോക്കൂ, ഇവിടുന്ന് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? -√20. ഈ √25നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ -√25 എന്ന് കിട്ടി. ഇവിടെ ഈ -√25നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ +√25 എന്ന് കിട്ടി. അങ്ങനെയാണ്, അതായത് ബേസിക്കലി -5ഉം +5ഉം കണ്ടോ? അപ്പൊ ആ -√25ഉം +√25ഉം വരുന്നുണ്ട് യഥാർത്ഥത്തിൽ സോൾവ് ചെയ്യുമ്പോൾ.
മനസ്സിലാവുണ്ടോ? അത് അത്രയും സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ട്രിക്ക് പറയാണ്. എന്ത്? ആ സ്ക്വയർ ആവുമ്പോ അപ്പുറത്ത് റൂട്ട് കൊണ്ടുവരാന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ആ ട്രിക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ വലിയൊരു സ്റ്റോറി ഉണ്ട്. കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്റ്റോറിനെ പറ്റി? ഇല്ല അല്ലേ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും യഥാർത്ഥത്തിൽ ഈ രൂപത്തിലാണ്. പക്ഷെ ഇത് കുറേ സ്റ്റെപ്പുകൾ ഉണ്ടായതുകൊണ്ട് സാധാരണ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എളുപ്പവഴിക്ക് ഇങ്ങനെ പറയാറാണ്. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഒഴിവാക്കിയ ഇപ്പുറത്ത് എന്ത് പ്ലസ് ഓർ മൈനസ് റൂട്ട് കൊണ്ടുവരിക എന്ന് പറയാറുണ്ട്. അത് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇവിടെ എഴുതിയത്. അത് നോട്ടായിട്ട് എഴുതണ്ട, ഞാൻ മറ്റ് സാഹചര്യങ്ങളും അത് കാണിച്ചു തരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് തറോ, ഇപ്പൊ ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞു തീർത്തു എന്നുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, തറോ ആവാൻ അത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? അപ്പോ ആക്ച്വലി ദിസ് ഈസ് എ ട്രിക്ക്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ആണ് എഴുതേണ്ടത്? എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 25. ഓക്കെ അല്ലേ? എന്നിട്ട് അത് രണ്ട് പ്ലസ് ഓർ മൈനസ് വന്നു കഴിഞ്ഞാൽ ബേസിക്കലി അത് രണ്ട് സ്റ്റേറ്റ്മെന്റാ. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു 5 എന്നും എക്സ് ഈക്വൽ ടു -5 എന്നും രണ്ട് സൊല്യൂഷൻ കണ്ടെത്തി. ക്ലിയർ ആണോ? അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? എക്സിന് രണ്ട് വാല്യൂ 5 കൊടുത്താലും എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആവും, -5 കൊടുത്താലും എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആവും. പറയുന്നത് ക്ലിയർ ആണോ? പറയുന്നത് ക്ലിയർ ആണോ? എക്സിന് രണ്ട് വാല്യൂ കിട്ടിയില്ലേ നമുക്ക്? ഒന്ന് കൊടുത്തു നോക്കിയാലോ, നമ്മൾ ചെയ്ത ഉത്തരം ശരിയാണോ നോക്കിയാലോ? നോക്കാം. അതായത് എക്സിന് ആദ്യം 5 കൊടുത്തു നോക്കാം. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 5 ഈക്വൽ ടു 0 ഈക്വൽ ടു 30 വരുന്ന സ്ഥലത്ത് 5 സ്ക്വയർ പ്ലസ് 5 ഈക്വൽ ടു 30. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 പ്ലസ് 5 ഈക്വൽ ടു 30. അപ്പൊ റൈറ്റ് സൈഡ് 30 ആണ്, ലെഫ്റ്റ് സൈഡും 30. ശരിയാണ്, നമ്മൾ കണ്ടെത്തിയത് കറക്റ്റ് ആണ്. ഓക്കെ ആണ്, വെരിഫൈ ചെയ്യണ്ട, ഇപ്പൊ എഴുതണ്ട, ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ എക്സിന് 5 ഇട്ട് കൊടുത്തപ്പോഴും ഓക്കെ ആണ്, എൽ എച്ച് എസ് ആർ എച്ച് എസ് ഈക്വൽ ആവുന്നുണ്ട്. എക്സിന് -5 ഇട്ട് കൊടുത്താൽ ശരിയാവുന്നുണ്ടോ നോക്ക്, ഇവിടെ ശ്രദ്ധിക്കാം. -5 ഹോൾ സ്ക്വയർ പ്ലസ് 5 ഈക്വൽ ടു 30. -5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണോ? -5 ഇൻറ്റു -5 എന്താ? 30 തന്നെയാണ്. അപ്പൊ 25 തന്നെയാണ്. അപ്പൊ 25 പ്ലസ് 5 ഈക്വൽ ടു 30. 30 ഈക്വൽ ടു 30. കണ്ടോ? അപ്പോ നമ്മള് എക്സിന് രണ്ട് വാല്യൂ കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ വെരിഫൈ ചെയ്തൊന്നും എഴുതണ്ട, ജസ്റ്റ് ആ ചോദ്യം എഴുതിയിട്ട് ഇത്രയും ഒന്ന് എഴുതി വെച്ചേ. അത്ര എഴുതി വെച്ചിട്ടൊന്ന് യെസ് പറയാം. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് ഈ സ്റ്റെപ്പ് അല്ലാതെ മറ്റേത് ചെയ്താലും കുഴപ്പമില്ലല്ലോ? ഏത്? അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. വൈ വി ആർ സ്കിപ്പിംഗ് ഇറ്റ് എന്ന് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അത്രയും ശരിക്കും അത്രയും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു കാര്യം ചെയ്താൽ എപ്പോഴും കറക്റ്റ് ആൻസർ കിട്ടും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇട്ട് കൊടുത്താൽ മതി എപ്പോഴും. അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ എന്ന് എഴുതാം. ബട്ട് ഒരു സ്റ്റോറി ഉണ്ട്, ഇത് കിട്ടിയതിനൊരു സ്റ്റോറി ഉണ്ട്. വെറുതെ അപ്പുറത്ത് റൂട്ട് എടുക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അത് വെറുതെ പറയുന്ന, അങ്ങനെ ഒരു മാത്സിൽ ഒരു പ്രോസസ്സ് ഇല്ല. അപ്പുറത്ത് റൂട്ട് എടുക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഏതോ ആൾ ഉണ്ടാക്കിയതാണ്. അത് തെറ്റാണ്. വെറുതെ അയാൾക്ക് ഉത്തരം കിട്ടാത്തപ്പോൾ അയാൾ വെറുതെ പറഞ്ഞ അപ്പുറത്ത് റൂട്ട് എടുക്കാന്ന്, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി മാത്രമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ് നമ്മൾ സോൾവ് ചെയ്യുന്ന സ്റ്റോറിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം, ഇതിന്റെ പിന്നിലുള്ള സ്റ്റോറി. ഓക്കെ, ജനറൽ ആയിട്ടുള്ള സ്റ്റോറി പറഞ്ഞുതരാം. പക്ഷെ നമ്മൾ ആ സ്റ്റോറി പരീക്ഷ പേപ്പറിലോ എഴുതണ്ടാക്കുക, അത് നമുക്ക് അറിയാൻ വേണ്ടിയാ. വൈ എപ്പോഴും ഇത് എങ്ങനെ എഴുതുന്നു എന്ന്, അതിന്റെ പിന്നിലൊരു സ്ട്രോങ് ആയിട്ടുള്ള മാത്സ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ അല്ലേ? നമ്മൾ എഴുതുമ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ കണ്ട അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ എന്ന് എഴുതിയാൽ മതി. ബിഹൈൻഡ് ദ സ്റ്റോറി അറിഞ്ഞു വെക്കാൻ, വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ അറിഞ്ഞു വെക്കാൻ നല്ലതാണ്. ഓക്കെ അല്ലേ? മാത്രമല്ല ആ ഒരു മാത്തമെറ്റിക്കൽ സ്കിൽ, കാരണം അവിടെ ഐഡന്റിറ്റി നമ്മൾ ചർച്ച ചെയ്തു, അങ്ങനെ കുറെ മാത്തമെറ്റിക്കൽ സ്കിൽ അവിടെ വരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോ ഇത്ര എഴുതി വെച്ചോ? എഴുതി വെച്ചു. അപ്പൊ ഇനി മുതൽ ഇപ്പൊ ഉദാഹരണത്തിന് എക്സ് സ്ക്വയർ ഈക്വൽ ടു 85 എന്ന് കണ്ടു. അപ്പോ അടുത്ത സ്റ്റെപ്പിൽ നിരഞ്ജൻ എന്ത് എഴുതും? x is equal to plus or minus root 85. വെരി ഗുഡ്.
അപ്പൊ ഇതിന്റെ പിന്നിലുള്ള സ്റ്റോറി എന്താന്ന് വെച്ചാൽ പറയാൻ പറ്റണം. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആ സ്റ്റോറി ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടെന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി. ഇനി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ. നോട്ട് ഇത് എഴുതിയെടുത്തോ ശരിക്കും? ഇനി നോട്ട് ഒന്ന് PDF ആയിട്ടൊന്ന് സെൻഡ് ചെയ്തേ. ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് നോക്കിയിട്ട് ലീവ് ചെയ്യാൻ പറയാം.